ബോക്സിന്റെ അകത്തുള്ള സാധനങ്ങളൊക്കെ തേയ്മാനം വന്നിട്ടുണ്ട്. തേയ്മാനം വന്ന ആ തേയ്മാനത്തിന്റെ പൊടിയാണ്, തേഞ്ഞ് പൊടി വീഴുന്ന പൊടിയാണ് ഈ ഗോൾഡൻ കളറിൽ കാണുന്നത്. അത് ഗുഡ് മോർണിംഗ് യൂട്യൂബ്, വെൽക്കം ടു മോട്ടോർസൈക്കിൾ ഡ്രൈവ്. ഗിയർ ഇടാനൊരു പാട് തോന്നിയപ്പോഴാണ് ഞാൻ എന്തായാലും ഓയിൽ വണ്ടിയുടെ എൻ്റെ ഫോർഡ് ഫിയസ്റ്റയിൽ ഗിയർ ഓയിൽ എന്ന് മാറിയേക്കാന്ന് വെച്ചത്. അങ്ങനെ ഇതിപ്പോൾ ഫോർഡ് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല ഗിയർ ഓയിൽ ചേഞ്ച്. നമ്മൾ സർവീസ് ബുക്ക് നോക്കിയാലോ സർവീസ് സെൻറ്ററിൽ ചോദിച്ചാലോ ഒന്നും അവർക്ക് അതിനകത്ത് വലിയ ഐഡിയ ഇല്ല. അതുകൊണ്ട് എന്തായാലും നമ്മൾ ഗിയർ ഓയിൽ അങ്ങ് മാറാമെന്ന് വെച്ചു. ഇതിപ്പോൾ എൻ്റെ 1,80,000 ആയിട്ടുണ്ട്. 1,20,000 വരെ ഇത് ഷോറൂം സർവീസ് ആയിരുന്നു, കാരണം ഇതിൻ്റെ മുമ്പത്തെ ഓണർ ഷോറൂം സർവീസാണ് ചെയ്തുകൊണ്ടിരുന്നത്. സോ അത് ഉണ്ട്. അപ്പം ഇതാണ് ഗിയർ ഓയിൽ പെട്രോമിൻ്റെ. ഇതിപ്പോൾ 2 ബോട്ടിലാണ് വേണ്ടത്. 2.1 ലിറ്ററാണ് ഫോർഡ് ഫിയസ്റ്റയ്ക്ക് ഗിയർ ഓയിൽ വേണ്ടത്. അപ്പോൾ ഞാൻ പെട്രോമിൻ്റെ തന്നെയാണ് ഇപ്പോൾ ഓയിൽ എന്താണോ എവിടെ നോക്കിയാലും പെട്രോമിൻ്റെ ഓയിലാണ് കിട്ടുന്നത്. സോ എന്തായാലും ഇതിനും പെട്രോമിൻ്റെ ഓയിൽ മാറിയേക്കാമെന്ന് വെച്ച് മാറി ഇതാണ്. സോ ഇതാണ് എൻ്റെ പഴയ ഫിയസ്റ്റയ്ക്കകത്ത് കിടന്ന ഓയിൽ, അതായത് മുമ്പ് കിടന്ന ഓയിലാണിത്. ഈ ഓയിലിൻ്റെ കണ്ടീഷൻ ഞാൻ കാണിച്ചു തരാം. ഇത് SAE90, അതായത് ഒരു ഗ്രീസിൻ്റെയൊക്കെ തിക്നെസ് വരേണ്ട ഓയിലാണ്. ആ ഓയിലിൻ്റെ അവസ്ഥയാണിത്. കറക്റ്റ് ഒരു പെപ്സിയിലെ കൊക്കക്കോളയുടെ വിസ്കോസിറ്റിയേ ഉള്ളൂ, ചുമ്മാ ഫ്രീ ആയിട്ട് ഒഴുകിപ്പോകുന്നു. നമുക്ക് വേണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടി ടെസ്റ്റ് ചെയ്ത് നോക്കാം. നേരെ ഓയിലെടുത്തിട്ട് കാറിൻ്റെ പാനലിനകത്ത് ഒഴിച്ച് നോക്കാം, ബോഡിയിൽ ഒഴിച്ച് നോക്കാം. കണ്ടോ വിസ്കോസിറ്റി കണ്ടോ? ആ പഴയ ഓയിലിലെ ഗിയർ ഓയിലിലെ ഏറ്റവും വലിയ കടമയാണ് ലൂബ്രിസിറ്റി, അല്ലെങ്കിൽ ഗിയർ തമ്മിൽ ഉരയുമ്പോഴുള്ള മെറ്റലും കൂടെ ഉരയുമ്പോൾ ഗ്രൈൻഡിങ് അല്ലെങ്കിൽ തേയ്മാനം തടയുക എന്നുള്ളത്. ആ ഒരു പ്രവൃത്തി ഈ ഓയിലിനെ കൊണ്ട് എങ്ങനെ പറ്റും? ഒരിക്കലും പറ്റത്തില്ല. ഇതാണ് പുതിയ ഓയിൽ. ഇതിൻ്റെ ലൂബ്രിസിറ്റി കണ്ടോ? ഇത്രയും വിസ്കോസിറ്റി വരേണ്ട ഓയിലാണ് നമുക്ക് ഗിയർ ബോക്സിനകത്ത് ആവശ്യമായിട്ടുള്ളത്. കാരണം മെറ്റലും കൂടെ എന്തായാലും പ്രവർത്തിക്കുമ്പോൾ തേയ്മാനം ഉറപ്പാണ്. അതിനെ തടയുക എന്ന ധർമ്മമാണ് ഗിയർ ഓയിലിനുള്ളത്. നമ്മളാരും, ഞാൻ പ്രത്യേകിച്ച് ഒരിക്കലും ഞാൻ നോക്കാത്ത കാര്യമാണ് ഗിയർ ഓയിൽ. ഞാൻ എഞ്ചിൻ ഓയിൽ കറക്റ്റ് മാറുന്നല്ല, ഞാൻ ഗിയർ ഓയിൽ മാറാറില്ല. ഫോർഡിൻ്റെ സർവീസ് ബുക്കിൽ അവർ പറയുന്നുമില്ല. ഇതാണ് പുതിയ ഓയിൽ. ഇതിൻ്റെ വിസ്കോസിറ്റി നമുക്ക് നോക്കാം. എത്ര നേരം ഈ ഓയിൽ ഫ്ലോ ചെയ്യാൻ എടുക്കുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. സെയിം നേരത്തെ പോലെ തന്നെ നമുക്ക് ബോഡി പാനൽ ഒഴിച്ച് നോക്കാം. കണ്ടോ? കറക്റ്റ് ഒരു തേനിൻ്റെ രീതിയിൽ, അതായത് അതിലും കൂടുതൽ വിസ്കോസിറ്റിയുള്ള കട്ടിയുള്ളൊരു ഓയിലാണ് ഗിയർ ഓയിൽ. ആ ഓയിലാണ് നമ്മൾ 1,00,000 കിലോമീറ്റർ മേളിൽ ഒഴിച്ചപ്പോഴത്തേക്കും വെള്ളം പോലെ ആയത്. അപ്പോൾ എല്ലാവരും ഗിയർ ഓയിൽ കൂടെ മാറാനായിട്ട് നോക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഗിയർ ബോക്സിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. ഇതിപ്പോൾ കണ്ടോ, ഒരു ചെറിയൊരു പുട്ടുകുറ്റി പോലത്തെ സംഭവത്തിനകത്തോട്ട് ഗിയർ ഓയിൽ ഒഴിച്ചിട്ട് നേരെ അകത്തോട്ട് വെച്ച് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് അത് ഗിയർ ബോക്സിനകത്തോട്ട് പോകും. അതാണ് ഒരു പ്രവണത. ഇനി വർക്ക്ഷോപ്പിലെ ചേട്ടൻ്റെ അടുക്കെ കൂടെ ചോദിക്കാം. ഇതാണ് എൻ്റെ വണ്ടിയുടെ കിടന്ന ഗിയർ ഓയിലിൻ്റെ അവസ്ഥ. ഇതിനകത്ത് ചേട്ടൻ പറഞ്ഞതെന്ന് വെച്ചാൽ മൊത്തം മെറ്റൽ പാർട്ടിക്കിൾസ് ആണ്. അതായത് എൻ്റെ ഗിയർ ബോക്സിനകത്തുനിന്ന് ഇഷ്ടംപോലെ തേയ്മാനം ഉണ്ടായിട്ട് അതെല്ലാം കൂടെ ഒലിച്ചിറങ്ങി കിടക്കണം. അതാണ് ഗോൾഡൻ ഫിനിഷ് കിട്ടുന്നത്. ഇത്തരം അവസ്ഥയിലായി എൻ്റെ ഗിയർ ബോക്സിൻ്റെ കാര്യം. സോ ഗിയർ ഓയിലും കൂടെ എല്ലാവരും മാറാൻ നോക്കുക. ഒരു 30,000 കിലോമീറ്റർ മാറുക. ഫോർഡുകാർ എന്ത് പറഞ്ഞാലോ, ഷെവർലെക്കാർ, ഏത് കമ്പനിക്കാർ എന്ത് പറഞ്ഞാലും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഗിയർ ബോക്സ് ഈസ് എസെൻഷ്യൽ ലൈക്ക് എഞ്ചിൻ ഓയിൽ എന്ന് എനിക്ക് പറയാനുള്ളൂ. അല്ലെങ്കിൽ മുട്ടം പണി കിട്ടും. ഗിയർ ബോക്സിനൊക്കെ നല്ല വിലയാണ്. താങ്ക് യു.